അമേരിക്കയിലെ ട്രംപ് സർക്കാർ ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ട്രംപിന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്തും ചില മുസ്ലിം രാജ്യങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിലും പൂർണ്ണമായോ ഭാഗികമായോ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഇതാദ്യമാണ്. ഇതിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സിറിയയും ഇറാനും റഷ്യയും എല്ലാം ഉൾപ്പെടും. 3 കാറ്റഗറിയായി തിരിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്: റെഡ്, ഓറഞ്ച്, യെല്ലോ എന്നിങ്ങനെ. റെഡ് ലിസ്റ്റിലുള്ള 11 രാജ്യങ്ങളിൽ നിന്ന് സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ ഇനി ആർക്കും അമേരിക്കയിലേക്ക് പോകാൻ കഴിയില്ല. ഈ കാറ്റഗറിയിൽ അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഇറാൻ, നോർത്ത് കൊറിയ, ക്യൂബ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഇനി രണ്ടാമത്തെ ഓറഞ്ച് ലിസ്റ്റിൽ പാകിസ്ഥാൻ, റഷ്യ, തുർക്ക്മെനിസ്ഥാൻ എന്നിവയുൾപ്പെടെ 10 രാജ്യങ്ങളാണുള്ളത്. ഇനി മുതൽ ഇവിടങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് മാത്രമായിരിക്കും അമേരിക്കയിലേക്ക് പോകാനുള്ള വിസ നൽകുക, അതും കർശനമായ പരിശോധനകൾക്ക് ശേഷം. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിനോ വർക്ക് വിസയിലുള്ളവർക്കോ എന്തിനേറെ വിനോദസഞ്ചാരികൾക്കോ പോലും ഇനി അമേരിക്കയിലേക്ക് പോകാൻ കഴിയില്ല. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ ലിസ്റ്റിലെ പാകിസ്ഥാനെ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ വർക്ക് വിസയിലും സ്റ്റുഡന്റ് വിസയിലും ഉള്ളത് അവിടെ നിന്നുള്ളവരാണ്. ഇനി മൂന്നാമത്തെ ലിസ്റ്റായ യെല്ലോയിൽ ഉൾക്കൊള്ളുന്നത് 22 രാജ്യങ്ങളാണ്. നിലവിൽ ഈ ലിസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് നിരോധനമില്ലെങ്കിലും ചില നിബന്ധനകൾ US ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം 60 ദിവസത്തിനുള്ളിൽ പാലിച്ചില്ലെങ്കിൽ ഈ ലിസ്റ്റിലുള്ള രാജ്യങ്ങളെ ഓറഞ്ചിലേക്കോ റെഡിലേക്കോ മാറ്റും. ഈ നിബന്ധനകളിൽ പ്രധാനപ്പെട്ടത് പാസ്പോർട്ട് നൽകുന്നതിലെയും പൗരത്വം നൽകുന്നതിലെയും മാനദണ്ഡങ്ങൾ കൃത്യവും കർശനവുമാക്കുകയും നിലവിലുള്ള തെറ്റുകുറ്റങ്ങൾ പരിഹരിച്ച് അമേരിക്കയിലേക്ക് റിപ്പോർട്ട് നൽകുകയും വേണം. എന്നാൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ഭരണകൂടം ഈ പട്ടിക ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ചില ഭേദഗതികൾ വരാൻ സാധ്യതയുണ്ടെന്നും ചില വാർത്തകൾ വരുന്നു. ഇതേസമയം നിലവിലുള്ള കുടിയേറ്റക്കാരുടെ പദവി റദ്ദാക്കുന്നതിനെക്കുറിച്ചും വർക്ക് വിസയിലും സ്റ്റുഡന്റ് വിസയിലും ഉള്ളവർ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെയും നാട് കടത്തുന്ന പദ്ധതികളും നടപ്പാക്കി വരികയാണ്. കഴിഞ്ഞ ദിവസം ഹമാസിനെ പിന്തുണച്ച ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി അമേരിക്കയിൽ നിന്നും ഓടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വിസയിലോ ഗ്രീൻ കാർഡിലോ ഉള്ളവരെ ഈ നിയമം എങ്ങനെ ബാധിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 2017 ട്രംപ് ഗവൺമെന്റിന്റെ ഒന്നാം കാലഘട്ടത്തിൽ ചില രാജ്യങ്ങൾക്കെതിരെ യാത്രാ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിലും മുസ്ലിം നിരോധനം എന്ന രീതിയിൽ കുപ്രസിദ്ധി ആർജിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് വന്ന ജോ ബൈഡൻ സർക്കാർ ഈ നിയന്ത്രണങ്ങൾ എടുത്തു കളയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ട്രംപും അനുയായികളും വളരെ കരുതലോടെയും സൂക്ഷ്മതയോടെയും കൂടിയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. എന്നിരുന്നാലും 43 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഏകദേശം 15ഓളം രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്. എന്നാലും ഭൂട്ടാനെ പോലൊരു രാജ്യം ഈ ലിസ്റ്റിൽ വന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറുകളുടെ ചർച്ചകൾ നടക്കുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലായിട്ട് കൂടി റഷ്യ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനേ ഉപകരിക്കൂ. അമേരിക്കയുടെ സുരക്ഷയ്ക്കും താൽപ്പര്യങ്ങൾക്കുമായാണ് ഇത്തരം തീരുമാനങ്ങൾ എന്നാണ് ട്രംപ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതെങ്കിലും വിദേശ കോടീശ്വരന്മാർക്ക് നൽകുന്ന ഗോൾഡ് കാർഡ് വിസകളെ ഈ നിയമം ബാധിക്കാൻ സാധ്യത കുറവാണ്.